എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പവർ മെഷീനെ കുറിച്ചാണ്. പവർ മെഷീൻ സിംഗർ 9900T പറയുന്ന മോഡലാണ്. അത് ഓട്ടോമാറ്റിക് ത്രെഡ് ഡ്രിമ്മിങ് മെഷീനാണ്. ഓട്ടോമാറ്റിക് ത്രെഡ് ഡ്രിമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോബിലെ നൂലും നീഡിലെ നൂലും ഒരുമിച്ച് കട്ടാവും. നമ്മൾ കഴിഞ്ഞാൽ പെഡലിൽ ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് കട്ടാവും. ഒരുമിച്ച് കട്ടാവുന്നതിനെയാണ് ഓട്ടോമാറ്റിക് ത്രെഡ് ഡ്രിമ്മിങ് മെഷീൻ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൽ മൊബൈൽ ചാർജിങ് ഉണ്ട്, നീഡിൽ അപ്പ് ഡൗൺ പൊസിഷൻ, സ്ലോ സ്പീഡ്, അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാം വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇതിൽ കുറച്ച് ഞാൻ ഒരു യൂണിറ്റ് പോയപ്പോൾ ഈ മെഷീനിൽ അടിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതൊക്കെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാൽ തയ്യലിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുള്ളതുകൊണ്ട്, മെഷീനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുള്ളതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ത്രെഡ് ഡ്രിമ്മിങ് മെഷീൻ സിംഗർ 9900T എന്ന മോഡലാണിത്. പിന്നെ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ ചെമ്മാടാണ്. ഷോപ്പിൻ്റെ പേര് കോഹിനൂരാണ്. സിംഗർ ഹോൾസെയിൽ ഡീലറാണ് ഷോപ്പ്. പിന്നെ നമ്മൾ ത്രെഡിങ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, പിന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അത് ഞാൻ ത്രെഡ് കറക്റ്റായിട്ട് ഇടുന്ന വീഡിയോ ആണ്. പിന്നെ ബോബിൻ വൈൻഡിങ്ങും ചെയ്യുന്ന വീഡിയോ ആണ്. കാണാത്തവർ അതൊന്ന് പോയി കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അത് ത്രെഡ് ടെൻഷൻ സെറ്റാണ്. അതിൻ്റെ ആ ഡിസ്കിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വീഴണം, ഉറപ്പ് വരുത്തണം. ഇനി കാണിക്കുന്നത് ടേക്കപ്പ് ലിവർ എന്നാണ് അതിൻ്റെ പേര് കാണിക്കുന്നത്. പിന്നെ അടിയിൽ നീഡിലിൻ്റെ മേലെ ആയിട്ട് ചെറിയൊരു ഹോളുണ്ട്. അതിൽ കറക്റ്റായിട്ട് ഇടണം കേട്ടോ. അതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പീസ് എടുക്കുന്നതിന് ശേഷം ത്രെഡ് പൊട്ടൽ വരില്ല അതിലിട്ട് കഴിഞ്ഞാൽ. ഈ മെഷീന് പ്രശ്നമില്ല, ഇത് ട്രിമ്മിങ് മെഷീൻ ആയതുകൊണ്ട്. പിന്നെ മെഷീൻ ഓണാക്കി ഇതാണ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു റൊട്ടേഷൻ ചെയ്യും അങ്ങനെ. പിന്നെ നമ്മൾ അടുത്ത് കാണിക്കുന്നത് LED ആണ്. LED ഡിമ്മും ബ്രേക്കും നമുക്കിതിലാക്കാം. വേണ്ട നമുക്ക്. പിന്നെ ഇതിൽ ഹൈലൈറ്റ് വരുന്നത് ഇതാണ്, എന്താണ് USB. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. ലോ ചാർജിങ് ആണ്, അപ്പോൾ അർജൻറ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചാർജിങ് ചെയ്യാം. പിന്നെ ഇതാണ് ബാക്ക് ടാക്കിങ്, നമ്മൾ കെട്ടിടുന്നത്. കുറച്ച് നല്ല വീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് കൈയേറ്റാക്കാം. പിന്നെ അതിൻ്റെ മേലെയുള്ളതാണ് നമ്മൾ സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടാം കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 ലിറ്റർ നമ്മളൊന്ന് ജസ്റ്റ് തയ്ച്ച് വെക്കുന്നു. ഇപ്പോൾ ചെറിയ സ്റ്റിച്ചായിരിക്കും, അത് തയ്ച്ചിട്ട് പറ്റ ചെറുതാണ്. അപ്പോൾ അധികം ലേഡീസിനൊക്കെ ഈ ചെറിയ സ്റ്റിച്ചായിരിക്കും ആവശ്യം. പിന്നെ നമ്മൾ നോർമൽ സ്റ്റിച്ച് നമ്മളൊരു 3 ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഷർട്ട് ആ രീതിയിലൊക്കെ അടിക്കുന്നതിന് ഒരു 3 വെച്ച് കഴിഞ്ഞാൽ പക്ക കറക്റ്റായിരിക്കും. നമുക്ക് അടിച്ച് നോക്കാം. 3 വെച്ചിട്ട് അടിച്ചിട്ട് നോക്കൊണ്ട് 2 സ്റ്റിച്ചും കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ക്ലിയറിൻ്റെ കുറവുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാണ് നമ്മൾ ബാക്ക് ടാക്ക് ചെയ്യുന്നത് കേട്ടോ. ആ മഞ്ഞ കാണിക്കുന്നതാണ് നമ്മൾ കൈയേറ്റ് ഇങ്ങനെ അവിടെ ബാക്ക് ടാക്കിങ് ചെയ്യുന്നത്, ഇവിടെ സ്റ്റിച്ചിങ്. പിന്നെ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ അത്യാവശ്യ സ്ഥലങ്ങളിൽ, ഇപ്പോൾ കോൺ ഭാഗത്തും മൂല അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്റ്റിച്ച് നിർത്തി കുത്തി അടിക്കുന്ന ഓരോ സ്റ്റിച്ച് ഇട്ടിട്ട് അടിക്കേണ്ട ഇതിന് വരും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണിത്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതിൽ ഇനി കാണിക്കുന്ന പ്രോഗ്രാമാണ് കേട്ടോ. P ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ P01 എന്ന് കാണിക്കും. 44 പ്രോഗ്രാം ഇതിലുണ്ട്. P01 മുതൽ 44 പ്രോഗ്രാം നമുക്കിതിൽ കാണാം. ഇപ്പോൾ P1 നമ്മളിടുകയാണെങ്കിൽ ഇതിൽ സ്പീഡ് എങ്ങനെ നമുക്ക് കൂട്ടാ കുറയ്ക്കുക എന്നുള്ളതാണ് P01. S അമർത്തി കഴിഞ്ഞാൽ ഉണ്ടോ 3000 സ്പീഡ് അതിലുണ്ട്. പിന്നെ അതിൻ്റെ സ്പീഡ് വരുന്നത് 4500 ടോട്ടൽ വരുന്നത്. ഇപ്പം ഞാനത് കുറയ്ക്കും, 2500 S അമർത്തണം. അപ്പോൾ ആ സ്പീഡ് അതിൽ സേവ് ആവുള്ളൂ, അല്ലെങ്കിൽ പഴയ സ്പീഡ് തന്നെ ആവും. ഇപ്പോൾ കണ്ടോ. ഇനി അത് കാണിക്കുന്ന നീഡിൽ അപ്പ് ഡൗൺ പൊസിഷൻ കേട്ടോ. അതിനുള്ള ആ ബട്ടനാണത്. അത് നെക്കി കഴിഞ്ഞാൽ നമുക്ക് നീഡിൽ താഴ്ത്തി നിർത്താം, പൊക്കി നിർത്താം. അതിന്മേൽ തന്നെ ഓരോ ഡിസ്പ്ലേ തന്നെ ഓരോ ആരോ മാർക്ക് കാണിക്കും. ഇപ്പോൾ മേലെയാണ് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ നീഡിൽ ബാർ പോയിട്ട് എത്ര അടിച്ചാലും മുകളിൽ പോയി നിൽക്കുള്ളൂ. കണ്ട ആ നീഡിലിൻ്റെ പൊസിഷൻ മുകളിലായിട്ട് നിൽക്കുള്ളൂ. ഇനി നമ്മൾ ഈ ബട്ടൺ അമർത്തുമ്പോൾ ആരോ മാർക്ക് താഴത്തോട്ട് വരും ഉണ്ടോ. ഇനി നമ്മൾ എത്ര നേരം അടിച്ചാലും നീഡിൽ പോയിട്ട് താഴത്ത് നിൽക്കുള്ളൂ. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. എന്താ വെച്ചാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കാനോ അങ്ങോട്ടും തിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുത്തി നിർത്തിയിട്ട് തിരിക്കാൻ അതും ബെറ്ററാണ്. ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഡ്രിമ്മിങ്ങിൻ്റെ ആണ്. ഇതാണ് ഇതിലെ മെയിൻ. ഇപ്പോൾ ആ ഡിസ്പ്ലേയിൽ ഒന്നും കാണിക്കുന്നില്ലല്ലോ, നോക്കിക്കോളൂ, ഡിസ്പ്ലേയിൽ ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല കണ്ടോ. ഇനി ആ ഡ്രിമ്മിങ് ഇപ്പോൾ ഓഫാണ്. ഇനി അത് ഓൺ ആക്കുമ്പോൾ അവിടെ ഒരു ഡ്രിമ്മിങ്ങിൻ്റെ കത്രികേൻ്റെ ചിഹ്നം വന്നാണ്ടോ. ഇപ്പോഴാണ് ഡ്രിമ്മിങ് ഓണായത്. ഇനി നമ്മൾ അടിക്കുമ്പോൾ ബോബിൻ ത്രെഡും നീഡിൽ ത്രെഡും ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ഇതാണ് കണ്ടോ, കാലുകൊണ്ട് നമ്മൾ ബാക്കോട്ട് അങ്ങോട്ട് പെഡലിൽ പ്രസ് ചെയ്താൽ ഇവിടെ ഡ്രിമ്മിങ് ആയി കണ്ടോ. അതാണ് ഇതിൻ്റെ സിമ്പിൾ മെത്തേഡ്. എന്ന് വെച്ചാൽ നമുക്ക് കത്രിക എടുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ടാവും. ആ പ്രോഗ്രാമിൽ തന്നെ ഇനി സ്ലോ ആയിട്ട് കട്ടാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പ്രോഗ്രാമിൽ നിന്ന് പോയിട്ട് നമുക്ക് ചെയ്യാം. പെട്ടെന്ന് കട്ടായി കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതാണ്. ആ ത്രെഡിൻ്റെ കുറച്ച് ഭാഗം അവിടെ ഉണ്ടാവും, ബോബിൻ ത്രെഡിൻ്റെ ഭാഗം ഉള്ളിലായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഡ്രിമ്മിങ് എന്ന് പറയുന്നത്. ഇതാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാം കണ്ടോ. അടുത്ത പീസ് വെച്ചിട്ട് അടിക്കാം. ഇതും സാധാ പവർ മെഷീൻ കൂടി ഒരു 2500 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് അങ്ങോട്ടോ വരും, എന്നാലും അത്രേ വ്യത്യാസം വരുള്ളൂ. സെൻറ്ററിൽ കേട്ടോ ഡ്രിമ്മിങ്ങിൻ്റെ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്ലോ സ്പീഡാണ്. ഇപ്പോൾ സ്ലോ സ്പീഡ് ഓണായി കണ്ടോ. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്ലോ സ്പീഡ് ഓണായി. സ്ലോ സ്പീഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എത്ര സ്റ്റിച്ച് നമ്മൾ ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാമിൽ കണ്ടോ. ഇപ്പോൾ ഫാസ്റ്റായി. എത്ര സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യണം. ഇനി ഇതാണ് നമ്മുടെ മെഷീനിൽ ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. ഓയിൽ ടാങ്ക് എന്ന് പറയുന്നതാണ്. ഇതിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലോ ഹൈ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ആ ഹൈൻ്റെ മുകളിൽ പോകാൻ പാടില്ല, ആ ലോയിൻ്റെ താഴ്ന്ന് നിൽക്കാൻ പാടില്ല. സെൻറ്ററിൽ ഇങ്ങനെ ഓയിൽ നിൽക്കണം കേട്ടോ. ഇത് ചെരിച്ച് വെക്കണതിൻ്റെ ഉള്ള ആ ഒരു സ്റ്റാൻഡാണത് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാനൊരു കസ്റ്റമർ അടുത്ത് പോയപ്പോൾ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അതൊരു നൈറ്റി അടിക്കണൊരു കസ്റ്റമറാണ്, നൈറ്റി അടിച്ചു കൊടുക്കുന്നൊരു കസ്റ്റമറാണ്. അവരടിക്കുന്നതാണ്. അതുകൊണ്ട് അവരടിച്ച് കഴിഞ്ഞിട്ട് ഈ മെഷീനിൽ അടിച്ച് കഴിഞ്ഞിട്ട് അവർ കത്രിക എടുക്കാൻ പെട്ടെന്ന് വരും. അത് ഓർമ്മ ഇല്ല, ആ ഫസ്റ്റ് മെഷീൻ ഇതായതുകൊണ്ട് ആ പഴയ ഓർമ്മയിലാണ് അവരങ്ങനെ വരുന്നത്. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടോ. കത്രികന് കൈ വന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിന്ന് എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ തയ്യൽ അറിയുന്നവരും പഠിച്ചു വരുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ നിങ്ങളടുത്താണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ്.